DGP ഓഫീസ് മാർച്ചിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ കടുത്ത ദേഹാസ്വാസ്ഥ്യം നേരിട്ട് കോൺഗ്രസ് നേതാക്കൾ. ശ്വാസമുട്ട് നേരിട്ട KPCC പ്രസിഡന്റ് K. സുധാകരൻ ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് നടപടിക്കെതിരെ സംസ്ഥാനമൊട്ടാകെ പന്തം കൊളുത്തി പ്രകടനം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു. കറുത്ത വസ്ത്രം ധരിച്ച് നവകേരള ബസ് പോകുന്ന വഴിയിൽ ചാണ്ടിയുമ്മനും പ്രതിഷേധിച്ചു. ഇതിനെല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രതിഷേധ സമരത്തെ പോലും അലങ്കോലമാക്കുന്ന ഈ നാട്ടിലെ അന്യായമായ ഈ സമീപനത്തിനെതിരെ കേരള ജനത ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കാതെ പോലീസ് നടപടി എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും നേതാക്കളിൽ പലർക്കും കടുത്ത ശ്വാസം മുട്ടും ചുമയും. ദേഹാസ്വാസ്ഥ്യം കടുത്തതോടെ രമേശ് ചെന്നിത്തലയും K. മുരളീധരനെയും അണികൾ എടുത്തു വാഹനത്തിൽ കയറ്റി. കടുത്ത ശ്വാസതടസ്സം നേരിട്ട K. സുധാകരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MP ജെബി മേത്തർ, MLA ചാണ്ടിയുമ്മൻ എന്നിവരെയും ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വിധേയരാക്കി. വളരെയധികം ഒരു ശ്വാസം നിൽക്കുന്ന ഒരവസ്ഥ. പ്രതിപക്ഷം പ്രസംഗിക്കുന്നതിനിടയിൽ അതിലേക്ക് ഗ്രനേഡ് അടിക്കുക. എന്താണ് ഇങ്ങനെയൊക്കെ ഗവൺമെന്റ് ചെയ്യുന്നത്? ജനാധിപത്യത്തെ തകർക്കുന്ന രീതി. നേതാക്കളെ വേദിയിൽ നിന്ന് മാറ്റിയ ഉടൻ പ്രവർത്തകർ പോലീസിനു നേരെ തിരിഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെയും ശശി തരൂർ MPയുടെയും നേതൃത്വത്തിൽ KPCC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഇതിനിടെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം കയറ്റാൻ ശ്രമിച്ച CPM പ്രവർത്തകനെ യൂത്ത് കോൺഗ്രസുകാർ വിരട്ടിയോടിച്ചു. KPCC അടിയന്തര യോഗം ചേർന്ന് തുടർ സമര പരിപാടികൾ പ്രഖ്യാപിച്ച ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞത്. ഇതിനിടെ സെക്രട്ടേറിയറ്റിനുള്ളിൽ പാസ് എടുത്ത് അകത്ത് കയറി പ്രതിഷേധിച്ച RYF സംസ്ഥാന നേതാക്കളടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇരിക്കുന്ന നോർത്ത് ബ്ലോക്കിന് താഴെയായിരുന്നു RYFന്റെ പ്രതിഷേധം. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.